ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പം ടൗണിനടുത്തുള്ള വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് സുരുളി വാട്ടർഫാൾസ്. നമ്മളിന്ന് പോകുന്നത് സുരുളി വാട്ടർഫാൾസിലേക്കാണ്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ കുമളിയിൽ വരുന്നു. കുമളിയിൽ നിന്ന് നേരെ കമ്പത്തു നിന്നൊരു 10-12 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ സുരുളി വാട്ടർഫാൾസിലേക്ക്. ഈ ഒരു റൂട്ട് തന്നെ അടിപൊളി സ്ഥലമാണ്. നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് വളരെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു റോഡാണ് ഈ ഒരു കമ്പം സുരുളി ആ ഒരു റോഡ്. ഈ റോഡ് പോലെ തന്നെ ഭംഗിയുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരും. നമുക്കറിയാം ഇവിടെ കർഷകരാണ് പൊതുവായിട്ട് കൂടുതലും ഉള്ളത്. അവർ കൃഷിയൊക്കെ ചെയ്ത് മുന്തിരി തോട്ടം കമ്പം ആകുന്നതിന് മുമ്പ് തന്നെ മുന്തിരി തോട്ടങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ മുന്തിരി തോട്ടമൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ സുരുളി വാട്ടർഫാൾസിലേക്ക് പോകാനായിട്ട്. ഈ റോഡിലൂടെയുള്ള ഡ്രൈവ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി, മൈൻഡ് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയൊരു റോഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സുരുളി വാട്ടർഫാൾസ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. യാത്രികർക്ക് ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് കാണാനായിട്ട് എത്തുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു മാസങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ടൈമിലായിരിക്കും വെള്ളം അവിടെ ഉള്ളത്. മറ്റുള്ള മാസങ്ങളിൽ അവിടെ വെള്ളം തീരെ കുറവായിരിക്കും. ഞങ്ങൾ പോകുന്ന ഈ ടൈമിലും അവിടെ വെള്ളം കുറവാണ്. അത് അറിയാമെങ്കിലും അത് കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചത്. ഇതൊരു 150 അടി ഹൈറ്റിൽ നിന്നും വീഴുന്ന മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. ഇതൊരു 2 ലെയറായിട്ടാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ലെയർ വീഴുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ പാർക്കിങ് ഫസ്റ്റ് തന്നെ എടുക്കണം. പാർക്കിങ് പൈസ കൊടുത്താൽ നമുക്ക് ഈ ഒരു പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് ദൂരെ നടന്നു പോകാനുണ്ട്. ഒരു കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മളീ പാർക്ക് ചെയ്തതിന് അടുത്ത് തന്നെ കുറേ പ്രതിഷ്ഠകളും ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ അവിടെയായിട്ടുണ്ട്. പിന്നെ കുറേ മാംഗോസ്, കുക്കുംബർ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുറേ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും ഒരു ഗേറ്റും ഒക്കെ കാണാം. ആ ഗേറ്റ് കടന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടർ കാണും. നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാനായിട്ട്. ടിക്കറ്റ് അഡൽസിന് 30 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓരോ മരത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ നെയിം പ്ലേറ്റിൽ ഇങ്ങനെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കുറേ ദൂരം നടന്ന് 1-1.5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. സുരുളി വെള്ളച്ചാട്ടത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പുരാണത്തിൽ രാമായണത്തിൽ ഉല്ലേഖം ചെയ്യുന്ന പഞ്ചവടി എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വിശ്രമത്തിനായിട്ട് ശ്രീരാമനും അഗസ്ത്യ മഹർഷിയും ഒക്കെ ഇവിടെ എത്തിയതായിട്ടും പറയുന്നുണ്ട്. ഈ തമിഴ് ചോള സാമ്രാജ്യകാലത്ത് ഈ പ്രദേശം ബിസിനസ് വാണിജ്യ ആയിരുന്നതായിട്ടുള്ള ചില രേഖകളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ നടക്കുന്ന ദൂരം മുഴുവന് കുരങ്ങ് ഇങ്ങനെ ധാരാളമായിട്ട് ഇവിടെ മുഴുവനുണ്ട്. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നാൽ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. പുറകെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുമളിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ NH 183 വഴിയാണ് നമ്മൾ നേരിട്ട് കമ്പം ടൗണിലേക്ക് നമ്മൾ വരുന്നത്. കമ്പത്തുനിന്ന് പിന്നെ ഒരു 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഈ ഒരു സുരുളി വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്ത് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ല രസമാണ്. ഇപ്പം നമ്മുടെ അവിടുത്തെ ഉള്ള ഒരു ക്ലൈമറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ചെറിയ കാറ്റും ഒരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഉള്ളത്. ഈ ഒരു
മരത്തിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ ഒരു യാത്ര തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു ഫീല് തരുന്നൊരു യാത്രയാണ്. ഇത് കൂടാതെ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് കുറേ ഗുഹകളൊക്കെ ഉണ്ട്. ഗുഹകൾ വെള്ളം ഒഴുകുന്ന ടൈമിലൊന്നും കാണാൻ പറ്റത്തില്ല. അല്ല, കുറേ ഗുഹകൾ അവിടെ തപസ്സിനായിട്ട് സന്യാസിമാരൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്ന ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 100 പടി കൂടുതലുണ്ട്. ഈ ഒരു പടികൾ കയറിയിട്ടാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്തിച്ചേരാൻ. അത്രയും ഹൈറ്റിലാണ് ആ ഒരു സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെള്ളം പറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അതിൻ്റെ ഒരു വെള്ളം വന്ന് വീഴുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും ഹൈറ്റിൽ ആ ഒരു പാറ ഇരിക്കുന്നതുകൊണ്ട് അത്രയും ഹൈറ്റിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോയ ഒരു ടൈമിൽ ഇവിടെ വെള്ളം തീരെ കുറവായിരുന്നു. എങ്കിലും ടൂറിസ്റ്റ് ഒത്തിരി ആൾക്കാർ തമിഴ്നാട്ടിലുള്ള തേനി, കമ്പം, ഡിണ്ടിഗൽ അവിടെയൊക്കെയുള്ള നിരവധി ആൾക്കാരാണ് അവിടെയുള്ള ആൾക്കാർ തന്നെ നിരവധി ആൾക്കാരാണ് ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വളരെ നല്ല രസമാണ്. ഇപ്പം ഇതുവഴി ഇങ്ങനെ പോയാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലും. അവിടെ നമ്മൾ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. ആൾക്കാർ അന്നെങ്കിലും അവിടെ നിന്ന് കുറച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ, അതായത് ആടി മാസം എന്ന് പറയുന്നവർ, അപ്പോൾ ആടി മാസത്തിൽ ഹിന്ദു ടൂറിസ്റ്റുകൾ ഇവിടെ പ്രത്യേക ഉത്സവമായിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.